വരുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ നബിയേ, നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ നബിയേ? നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനാ ചോദിക്കുന്നത്. പ്രവാചകനോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവള്, എന്റെ സഹോദരിമാരെ, മഹ്ശറയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നരകത്തെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തെ പറ്റിയിട്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്റെ സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ പരലോകത്ത് വരുമ്പോൾ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, മൂന്ന് സന്ദർഭങ്ങളിൽ ആരും നാളെ പരലോകത്ത് എത്ര സ്നേഹമുള്ളവരായിരുന്നാലും ഓർക്കില്ല മോളെ. ഇന്ന് ഭാര്യ കരയുമ്പോൾ കണ്ണീരൊപ്പാന ഭർത്താവുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെന്ന് വിഷമം എന്ന് കരഞ്ഞു പോയാൽ ആ ഭർത്താവിന്റെ കണ്ണീരൊപ്പ ഇന്ന് ഭാര്യമാരുണ്ടല്ലോ, പൊന്നുമക്കളെന്ന് കരഞ്ഞു പോയാ ആ പൊന്നുമക്കളെ കണ്ണീരൊപ്പാൻ ഇന്ന് മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ കരഞ്ഞു പോയാൽ കണ്ണീര് തുടച്ചു കൊടുക്ക ഇന്ന് മക്കളുണ്ടല്ലോ. പക്ഷേ നാളെ അള്ളാന്റെ കോടതിയില് ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പിട്ടറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ആരൊക്കെയാ നെട്ടോട്ടമോടുക? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് കൈപിടിച്ചു വരച്ച കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് പോലെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാ. പിന്നെയാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഓരോ പ്രവാചകന്മാർ സുരക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ യൗമയദൂ ആദമുനു വഅംബിയാ നഫ്സി നഫ്സി നഫ്സ നഫ്സാ നഫ്സിയാ നബി തൊട്ടെണ്ണിയിട്ട് ഈസ നബി വരെയുള്ള 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യ പ്രവാചകന്മാര് അവരുടെ ഗതി എന്താകുമെന്ന് അറിയാതെ നെട്ടോട്ടമോടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെയാണ് ഇടപെടുന്നത്? ഇന്ന് മഹ്ശറയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയൊരു സമ്മേളനമാണ്, വലിയൊരു സംഗമമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുകയാ. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പിറന്നരെങ്ങനാണ് അതുപോലെയാണ് നാളെ നിൽക്കുക, പിറന്നരെങ്ങനാണ് അതുപോലെയാണ് നാളെ നമ്മൾ മഹ്ശറയിൽ വരിക. ഒരു നൂലുബന്ധം പോലും ഇല്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, ആ മൂലബന്ധം പോലും ഇല്ലാതെ എല്ലാവരും മഹ്ശറയിൽ കടന്നു വരുമ്പോ പരസ്പരം ഔറത്ത് കാണില്ല നബിയേ, പരസ്പരം ഔറത്ത് കാണില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, അവിടെ ഔറത്തിലേക്ക് നോക്കാൻ അവർക്ക് സമയമില്ല. അവര് വല്ലാത്ത ഭീകരഭീതിയിലാണ്, വല്ലാത്ത ഭീകരമായ അവസ്ഥയിലാണ്. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെടുകയാ. ലോകത്തിന്റെ ഏത് കോണിൽ അടക്കപ്പെട്ടവരായിരുന്നാൽ, എവിടെ അടക്കം ചെയ്യപ്പെട്ടവരായിരുന്നാലും മഹ്ശറയിൽ അല്ലാഹുവിന്റെ മഹ്ശറ എന്ന വനസഭയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലോട്ട് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. നാളെ എല്ലാവരും സംഗമമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂടുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെട്ടെന്ന് മനസ്സിലാക്കിയ എന്റെ പ്രിയമുള്ളവരെ, കുന്നുകുളം മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ പേര് ഇവിടെ പങ്കെടുത്തിട്ടില്ല, എത്രയോ പേര് ഇവിടെ ഹാജരായിട്ടില്ല. എന്നാൽ സംഘാടകർ എണ്ണി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ജമാഅത്തിന്റെ പ്രിയപ്പെട്ട മഹല്ലിന്റെ ഭാരവാഹികളോ മഹല്ലിന്റെ ഖതീബോ ജുമാ നമസ്കാരത്തിന് വരുന്നവരെ എണ്ണി നോക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ ഫംഗ്ഷൻ ആയിരുന്നാൽ, എത്ര വലിയ പരിപാടിയായിരുന്നാൽ, എത്ര നിർബന്ധ സാഹചര്യത്തിൽ പോകേണ്ട പരിപാടികളായിരുന്നാൽ അത് സംഘടിപ്പിച്ച